പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള മിശിഹായുടെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഭൗമികമായ എല്ലാ കെട്ടുപാടുകളിലും നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹസമ്മാനമാണ് ദിവ്യകാരുണ്യം. മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് നമ്മുടെ പാപപരിഹാര ബലിയായിത്തീർന്ന ഈശോനാഥനെ നമുക്ക് നൽകുവാൻ ഇതിലും ശ്രേഷ്ഠമായത് മറ്റൊന്നുമുണ്ടായിരുന്നില്ല. തന്നെ നൽകിക്കൊണ്ട് അവിടുത്തേക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹം തെളിയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം എല്ലാം ദൈവമക്കളായി ഉയരുകയായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ക്രിസ്തു കുരിശിൽ മരിച്ചു, അവിടുന്ന് ഉത്ഥാനം ചെയ്തു, പൂർണ്ണമഹത്വത്തോടെ അവിടുന്ന് വീണ്ടും വരും. ഈ വാക്കുകൾ ദിവ്യകാരുണ്യ രഹസ്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവയാണ്. ദിവ്യബലി ആഘോഷിക്കുമ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും അനുദിനം നാം ഈ ദിവ്യരഹസ്യത്തിന് സാക്ഷികളാകുന്നു. മാനുഷിക സങ്കല്പങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത സ്നേഹപൂർണതയാണ് ദിവ്യകാരുണ്യം. തന്നെ വിഭജിച്ചു നൽകി മനുഷ്യനെ പരിപൂർണനാക്കുവാൻ തീരുമാനിച്ച ദൈവത്തിൻ്റെ അനന്തകാരുണ്യം അതുൾക്കൊള്ളുന്നു. ഒരു തിരിച്ചറിവിൻ്റെ മാത്രം ദൂരത്ത് നമ്മെ കാത്തിരിക്കുന്ന അളക്കാനാവാത്ത നിധിയാണ് ആ സ്നേഹഭോജ്യം. ലോകത്തിനു മുഴുവൻ ജീവൻ പകർന്ന് സ്വർഗത്തോളം സമ്പന്നമാക്കാൻ പോന്ന മഹത്വം ഓരോ ദിവ്യകാരുണ്യ അപ്പത്തിനുമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മതത്തെപ്പറ്റി പഠിക്കുവാനും കൂടുതൽ അതിൽ ഗ്രാഹ്യം നേടുവാനും എനിക്ക് അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളോടെല്ലാം എനിക്ക് പുച്ഛമായിരുന്നു, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തോട്. കാരണം ക്രിസ്തു എന്നെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. യേശു സ്വന്തം ജീവൻ പോലും കുരിശിൽ രക്ഷിക്കാൻ കഴിയാതെ ഇപ്രകാരം മരിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എൻജിനീയറിങ്ങിന് 3-ാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശാരീരികമായ ഒരു അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഞാൻ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇത് എന്നെക്കുറിച്ചുള്ള വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ ശാരീരിക അസ്വാസ്ഥ്യം പിന്നീട് കലശലായ പനിയായി. അത് സമീപത്തുള്ള ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് മഞ്ഞപ്പിത്തമാണെന്ന് അവർ ഡയഗ്നോസ് ചെയ്തു. ഈ മഞ്ഞപ്പിത്തം ഏകദേശം 3 ആഴ്ചയോളം ചികിത്സിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. രോഗം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ 4 ആഴ്ച പിന്നിട്ടപ്പോൾ എൻ്റെ ബ്ലഡിലെ ബിലിറൂബിൻ, അതായത് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം, 1 മില്ലിഗ്രാം വേണ്ട ഈ എൻസൈം 18 മില്ലിഗ്രാമായി ഉയർന്നു. ജെറമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 29-ാം അധ്യായത്തിൽ പറയുന്ന വചനം, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ള ആ തിരുവചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിൽ അന്വർത്ഥമാവുകയായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ എന്നെ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു. അപ്പോൾ എൻ്റെ സ്ഥിതി അത്യന്തം ഗുരുതരമായിരുന്നു. രാവിലെ ബ്ലഡ് നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിലെ ആ ബിലിറൂബിൻ 22 മില്ലിഗ്രാമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഡോക്ടർമാർക്ക് ചെയ്യാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയും ദൈവത്തിൻ്റെ ഒരു അനന്തമായ കൃപയുടെ ഒരു പദ്ധതിയായിരുന്നു ഇതെന്ന് മനസ്സിലാക്കി. കാരണം എനിക്ക് തുടർന്ന് കിട്ടിയ മുറി ലിസി ആശുപത്രിയിലെ ചാപ്പലിനോട് ഏറ്റവും അടുത്ത ഒരു മുറിയായിരുന്നു. വൈകുന്നേരമായി ഒരു 7 മണി സമയമായപ്പോൾ ചാപ്പലിൽ നിന്ന്
കുറേ ശബ്ദങ്ങൾ എന്നെ അസ്വസ്ഥപ്പെടുത്തി. യഥാർത്ഥത്തിൽ ദൈവത്തോട് വലിയ ഒരു മറുതലിപ്പ് എന്നിൽ നിഴലിച്ചു നിന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ തുടർന്ന് ആ ചാപ്പലിൽ എന്താണിത് സംഭവിക്കുന്നത് എന്ന് ഞാൻ അടുത്ത് വന്നൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണ് വിശുദ്ധ കുർബാനയെന്ന്. എങ്കിലും അത് എന്നെ അസ്വസ്ഥതപ്പെടുത്തി. ഞാൻ ആലോചിച്ചു, ഇത്രമാത്രം ദുരിതത്തിലേക്കാണല്ലോ വീണ്ടും ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള മാനസിക മനോഭാവത്തിലായിരുന്നു ഞാൻ. അപ്രകാരം ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ, ശാരീരികമായി വളരെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ അന്തരാത്മാവിലേക്ക് തുളച്ചു കയറി. ഇപ്രകാരമായിരുന്നു ആ പ്രാർത്ഥന: താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന എൻ്റെ അന്തരാത്മാവിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ നിസ്സാരങ്ങളല്ല. ഞാൻ ഇപ്രകാരമുള്ള ഒരു ദൈവത്തെപ്പറ്റി ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രവുമല്ല, ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു മരണത്തിന് എന്നുള്ള വലിയ ബോധ്യം ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ കൂദാശ വചനം എൻ്റെ ഹൃദയത്തിൽ ഉളവാക്കി. മാത്രവുമല്ല, സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്കിലും യേശുവിൽ വിശ്വസിക്കാനുള്ളൊരു കൃപയോ അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി ആരാധിക്കുവാനും അവിടത്തേക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു തുറവിയോ എനിക്കുണ്ടായിരുന്നില്ല. 2-3 ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ ശരീരത്തിൽ രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിലെ ബിലിറൂബിൻ പെർസെൻറ്റേജ് അപ്പോഴത്തേക്ക് 38 മില്ലിഗ്രാം ആണെന്ന് ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. രോഗാവസ്ഥയിൽ, വളരെ ഗുരുതരമായ ഈ രോഗാവസ്ഥയിൽ മെഡിക്കൽ സയൻസ് എന്നെ ഉപേക്ഷിച്ചു എന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കവേ ഒരു രാത്രിയിൽ എൻ്റെ അവസ്ഥ കൂടുതൽ മോശമായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഡോക്ടർമാർ വന്ന് ഡ്രിപ്പെല്ലാം തന്നു. ഇനി അധികം സമയമില്ല എന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ മരണത്തോടടുക്കുകയാണ്. അപ്പോൾ അതിശക്തമായ നിരാശ എന്നെ പിടികൂടി. അങ്ങനെ ഞാൻ മരണത്തിന് സ്വയം വിട്ടുകൊടുത്തു. ആ രാത്രിയിൽ ആരോ നിശബ്ദമായി ഇപ്രകാരം എൻ്റെ ആത്മാവിൽ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു: നീ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശു നിന്നെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേതോ ജൽപ്പനം പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. ഇതാരോ എൻ്റെ അടുത്ത് വന്ന് ശബ്ദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ എനിക്ക് തുറവി വന്നില്ല. വീണ്ടും ഇപ്രകാരം ആ ശബ്ദം എൻ്റെ ആത്മാവിൽ മുഴങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതും ഇപ്രകാരം ഒരു ശബ്ദം എൻ്റെ ആത്മാവിൽ മുഴങ്ങി: നീ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുക, യേശു നിന്നെ സുഖപ്പെടുത്തും. ഇത്തവണ എനിക്ക് മനസ്സിലായി, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് കർത്താവായ യേശു തന്നെ എന്നോട് സംസാരിക്കുന്നതാണ്. എൻ്റെ ഈ മരണാവസ്ഥയിൽ എന്നെ രക്ഷിക്കാൻ ഇനി യേശുവിന് മാത്രമേ സാധിക്കൂ. ഞാൻ എൻ്റെ ജീവിതം ആ മരണക്കിടക്കയിൽ വെച്ച് യേശുവിന് വിട്ടുകൊടുത്തു. ഇപ്രകാരം ഞാൻ 3 തവണ ഈ ശബ്ദത്തിന് എന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ, ഈ സ്വരത്തിന് എന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ അലൗകികമായൊരു സമാധാനം ആ നിമിഷം തന്നെ എന്നിൽ വന്നു നിറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സ്വർഗീയമായ സമാധാനം എൻ്റെ ഹൃദയത്തിൽ ആ നിമിഷം തന്നെ വന്നു നിറയുകയും എൻ്റെ ശരീരത്തിലെ അസ്വസ്ഥതകളെല്ലാം ആ നിമിഷം തന്നെ വിട്ടുപോവുകയും ആ രാത്രി ശാന്തമായി ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം പുലർന്നപ്പോൾ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും എന്നെ വിട്ടുപോയതായിട്ട് എനിക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. സിസ്റ്റർമാരെല്ലാം എന്നെ കാണാനായിട്ട് വന്നു. അവരെല്ലാം വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നെ വീക്ഷിച്ചത്. കാരണം ഞാൻ ആ തലേ രാത്രി തന്നെ മരിച്ചു പോയേക്കുമെന്ന് ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാകാം. 2 ആഴ്ചകൾക്കുള്ളിൽ പരിപൂർണ സൗഖ്യം നേടി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വീട്ടിൽ പോയി യാത്ര ചെയ്യാറായപ്പോൾ ആദ്യമായി ചെയ്തത് പോട്ടയിൽ പോയി ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ദൈവ അനുഭവത്തിലാകുവാൻ പ്രത്യേകമായി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാലയളവിൽ പലപ്പോഴായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ, സാധിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപ എന്നിലേക്ക് വരാൻ തുടങ്ങി. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നു, ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധം കൂടാതെയുള്ള ദൈവശാസ്ത്ര പരിജ്ഞാനമോ സാമൂഹിക ഇടപെടലുകളോ
അവിടുത്തോടുള്ള സ്നേഹത്തിൽ നമ്മെ ഐക്യപ്പെടുത്തുകയില്ല. ഈ ദുഷിച്ച ലോകത്ത് പരിശുദ്ധാത്മാവ് പകരുന്ന സ്നേഹത്തിൻ്റെ ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന ഓക്സിജൻ സംഭരണിയാണ് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥനാ മണിക്കൂർ. ഒരു നിമിഷം ചിന്തിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നും സ്വീകരിക്കുന്ന ഊർജം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്വയം വിഭജിച്ചു നൽകുന്ന ഈശോനാഥൻ്റെ അവർണ്ണനീയമായ സ്നേഹവലയത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് അവിടുത്തെ ദിവ്യസ്നേഹം ലോകത്തിന് പകരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. യേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വാ എൻ യേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. വാ എൻ യേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ.
അറിവോടെ എത്രയോ നിമിഷം അകന്നു പോയി നിൻ മുൻപിൽ നിന്നും. അറിവോടെ എത്രയോ നിമിഷം അകന്നു പോയി നിൻ മുൻപിൽ നിന്നും. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ആത്മാവ് കൊണ്ട് ചേർന്ന് നിൽക്കുവാൻ മനസ്സാകുന്നവരെ പരിമിതികളില്ലാതെ വളർത്തുകയും അനേകരെ സ്വർഗത്തോളം ഉയർത്തുവാൻ അവരെ ഉപകരണമാക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം അവർണ്ണനീയമാണ്. ദൈവം നമുക്കുമേൽ ചൊരിയുന്ന പരിധികളില്ലാത്ത കരുണ അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർന്നു നിൽക്കുന്നത് വഴിയായി ഹൃദയത്തിൽ ആ ദൈവിക കരുണ നിറയ്ക്കപ്പെടുന്ന അനേകരിലൂടെ ഈ ലോകത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ അനന്തകാരുണ്യത്തിൻ്റെ വക്താക്കളായി തീർന്നിട്ടുള്ള ഏറെ പേരുണ്ട്. സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം തകർച്ചകളുടെയും ഇല്ലായ്മകളുടെയും പശ്ചാത്തലങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവരെങ്കിലും സർവശക്തന്റെ കരബലത്താൽ അത്ഭുതങ്ങൾ തീർത്തവർ. 16-ാം നൂറ്റാണ്ടിൽ അടിമത്ത സമ്പ്രദായത്തിൻ്റെ താളം തെറ്റിയ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് ജന്മമെടുത്ത ഒരു മഹാത്മാവ്, ദാരിദ്ര്യത്തിൻ്റെയും അവഹേളനങ്ങളുടെയും തകർച്ചകളുടെയും എല്ലാം മധ്യത്തിലും ദിവ്യകാരുണ്യ ഭക്തിയിൽ ഉറച്ചുനിന്ന അദ്ദേഹം പിൽക്കാലത്ത് ലോകമറിയുന്ന ഒരു വലിയ വിശുദ്ധനായിത്തീർന്നു. ജാതി വർഗ വേർതിരിവുകളുടെ ഇരുണ്ട യുഗത്തിൽ ഭൗതിക ലോകം തീർത്ത മതിൽക്കെട്ടുകൾക്കെല്ലാം മീതെ ദൈവസ്നേഹത്തിൻ്റെ ആൾ രൂപമായി മാറിയ ആ വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. ആയിരത്തി 1579 ഒരു സ്പാനിഷ് സാഹസിക സഞ്ചാരിക്ക് ആഫ്രിക്കൻ വംശജയും മോചിതയുമായ ഒരു അടിമ യുവതിയിലുണ്ടായ മകനാണ് മാർട്ടിൻ ഡി പോറസ്. പെറുവിലെ ലിമയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഡോൺ ജുവാൻ ഡി പോറസ്, അന്ന വലെസ്ക്വസ് എന്നിവരായ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിവാഹിതരായിരുന്നില്ല. ഏതാനും വർഷങ്ങൾക്കു ശേഷം ഒരു പെൺകുട്ടിയുടെ കൂടി ജനനത്തോടെ ഡോൺ ജുവാൻ ആ കുടുംബത്തെ വിട്ടുപോയി. തുടർന്ന് ആ കുടുംബം നിപതിച്ചത് കടുത്ത ദാരിദ്ര്യത്തിലേക്കും ദുരിതങ്ങളിലേക്കുമായിരുന്നു. അമ്മ ചെയ്തിരുന്ന വസ്ത്രമലക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം മാത്രമായിരുന്നു ആകെയുള്ള വരുമാനം. കേവലം 2 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബാലനായ മാർട്ടിനും ഒരു വരുമാന മാർഗം തേടേണ്ടതായി വന്നു. 16-ാം നൂറ്റാണ്ടിൽ ആ ദേശത്തുണ്ടായിരുന്ന ബാർബർമാർ ചികിത്സാ വിദഗ്ധരും കൂടിയായിരുന്നു.
അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ സഹായിയായി മാർട്ടിനും ചേർന്നു. ആ ചെറുപ്രായത്തിലും അസാമാന്യമായ ആത്മീയ ബോധ്യങ്ങളും ഉറച്ച ദൈവവിശ്വാസവുമുണ്ടായിരുന്ന മാർട്ടിൻ രാത്രികളിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുമായിരുന്നു. വളരുന്നതിനോടൊപ്പം അവൻ്റെ വിശ്വാസവും പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന സമയവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ സമർപ്പിത ജീവിതത്തോട് ഏറെ താൽപ്പര്യം പുലർത്തിയിരുന്നെങ്കിലും മാർട്ടിന് മുന്നിൽ തടസ്സങ്ങൾ അനവധിയായിരുന്നു. പെറുവിലെ നിയമമനുസരിച്ച് ആഫ്രിക്കൻ വംശജർക്ക് വൈദികരാകുവാൻ അനുമതിയുണ്ടായിരുന്നില്ല. എങ്കിലും സന്യാസഭവനത്തിലെ താഴ്ന്ന ജോലികൾ ചെയ്യുവാനുള്ള ഒരു സേവകനായി ജപമാലയുടെ ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിൽ 15-ാം വയസ്സിൽ അവന് അവസരം ലഭിച്ചു. സന്യാസ വസ്ത്രം ധരിക്കുവാനും മറ്റ് സന്യസ്തർക്കൊപ്പം താമസിക്കുവാനുമുള്ള അവകാശം മാത്രമായിരുന്നു പ്രതിഫലം. തുടക്കത്തിൽ വെറും സേവകൻ മാത്രമായിരുന്നുവെങ്കിലും ക്രമേണ ആശുപത്രിയിലെ ചില ഉത്തരവാദിത്തങ്ങളും മാർട്ടിന് ലഭിച്ചു. മാർട്ടിൻ എന്ന അനുഗ്രഹീതനായ ഒരു ദൈവ ശുശ്രൂഷകന്റെ ദൗത്യങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. താൻ മുൻപ് അഭ്യസിച്ചിരുന്ന ക്ഷൗരവും ചികിത്സാവിധികളുമെല്ലാം അവിടെ ആവശ്യമായി വന്നു. മാർട്ടിൻ്റെ ഇടപെടലുകളിലൂടെ അനേകം അത്ഭുത രോഗശാന്തികൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു. അടുക്കളപ്പണി, തുണിയലക്ക്, ക്ലീനിംഗ് തുടങ്ങി മറ്റേറെ ജോലികളിലും അവൻ ആ കാലങ്ങളിൽ വ്യാപൃതനായിരുന്നു. ആ സന്യാസഭവനത്തിൽ മാർട്ടിൻ 8 വർഷം പിന്നിട്ടപ്പോൾ മഠാധിപൻ അവൻ്റെ സേവനത്തിൽ ഏറെ സംതൃപ്തനായിരുന്നു. അതിനാൽ നിയമത്തെ മറികടന്നുകൊണ്ട് മാർട്ടിനെ ഡൊമിനിക്കൻ 3-ാം സഭയിൽ അംഗമാക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. എങ്കിലും 300ഓളം അംഗങ്ങളുണ്ടായിരുന്ന ആ സന്യാസഭവനത്തിൽ കുറേ പേർ സങ്കുചിത മനോഭാവത്തോടെയാണ് മാർട്ടിനെ കണ്ടിരുന്നത്. അവരിൽ നിന്നും ഏറെ പരിഹാസവും അവഗണനകളും അവന് പലപ്പോഴും നേരിടേണ്ടി വന്നു. മാർട്ടിന് 24 വയസ്സായപ്പോഴേക്കും ഒരു ഡൊമിനിക്കൻ സന്യാസ സഹോദരനായി വ്രതം ചെയ്യുവാൻ അനുമതി ലഭിച്ചു. എങ്കിലും ഒരുപാട് തടസ്സങ്ങൾ അതിനായി നേരിടേണ്ടി വന്നു. പിതാവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ ഒരിക്കലും ഒരു പുരോഹിതനാകുവാൻ മാർട്ടിന് കഴിഞ്ഞതുമില്ല. ദിവ്യകാരുണ്യവുമായി അഗാധമായ ബന്ധം ഹൃദയത്തിൽ എന്നും അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം സക്രാരിക്കു മുന്നിൽ പരിസരബോധമില്ലാതെ മുട്ടിന്മേലായിരിക്കുന്ന കാഴ്ച പതിവായിരുന്നു. 34 വയസ്സ് പ്രായമുള്ളപ്പോൾ ആതുരാലയത്തിൽ സേവനത്തിനായി നിയോഗിക്കപ്പെട്ട മാർട്ടിൻ 60-ാം വയസ്സിൽ മരിക്കുന്നതുവരെയും ആ ദൗത്യത്തിൽ തന്നെ തുടർന്നു. രോഗീ ശുശ്രൂഷയിൽ അദ്ദേഹം അദ്വിതീയനായിരുന്നു. ഈ രംഗത്ത് അസാമാന്യമായ ക്ഷമയും സേവന മനോഭാവവും എക്കാലവും അദ്ദേഹത്തിൽ ദൃശ്യമായിരുന്നു. താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആതുരാലയത്തിന് പുറത്തും അനേകർക്ക് രോഗശാന്തിക്ക് കാരണമായി അദ്ദേഹം മാറി. കേവലം ഒരു ഗ്ലാസ് വെള്ളത്തിലൂടെ പോലും ഏറെ രോഗികൾ സുഖപ്പെട്ടിരുന്നു. ഒരിക്കൽ ഒരു വൃദ്ധനും ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞവനുമായ യാചകനെ സ്വന്തം മുറിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചതിനെ വിമർശിച്ച സഹസന്യാസിയോട് അദ്ദേഹം പറഞ്ഞു, കരുണ ശുചിത്വത്തിന് അതീതമാണ്. മറ്റൊരിക്കൽ രക്തമൊഴുകുന്ന മുറിവുകളുമായി കാണപ്പെട്ട ഒരാളെ ദിവസങ്ങളോളം
സ്വന്തം മുറിയിൽ ശുശ്രൂഷിച്ച അദ്ദേഹത്തെ മഠാധിപൻ ശാസിക്കുകയുമുണ്ടായി. മാർട്ടിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ദയവായി എൻ്റെ തെറ്റ് പൊറുത്താലും, കൂടാതെ പരസ്നേഹ പ്രവൃത്തികളെക്കാൾ കൂടുതലായി അനുസരണത്തെ പരിഗണിക്കേണ്ടത് എങ്ങനെയെന്ന് എന്നെ അഭ്യസിപ്പിച്ചാലും. തുടർന്നുള്ള കാലത്ത് ഒരിക്കലും കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് മാർട്ടിൻ തടയപ്പെട്ടില്ല. ഒരിക്കൽ ലിമയിൽ ഗുരുതരമായ ഒരു പകർച്ചവ്യാധി പടർന്നുപിടിച്ചു. രോഗബാധിതരായ 60ഓളം ആശ്രമവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയും മറ്റുള്ളവരുമായി ഇടപെടുന്നത് നിരോധിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതകരമായി പൂട്ടിയ വാതിൽ മറികടന്നു ചെന്ന് മാർട്ടിൻ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. മറ്റുള്ളവർക്കും രോഗം പകരുമെന്ന ഭയത്തെ തുടർന്ന് കർശനമായി വിലക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ പ്രവൃത്തികൾ തുടർന്നു. മാർട്ടിൻ ഒരു തികഞ്ഞ സസ്യാഹാരിയായിരുന്നു. താൻ ഭിക്ഷയാചിച്ച് ലഭിക്കുന്നതുകൊണ്ട് പതിവായി 160-ലേറെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം ഭക്ഷണം നൽകിപ്പോന്നു. നല്ലൊരു തുക അദ്ദേഹത്തിൽ നിന്ന് സഹായമായി കൈപ്പറ്റിയിരുന്ന അനേകരുമുണ്ടായിരുന്നു. തന്നിലേൽപ്പിക്കപ്പെട്ടിരുന്ന ചെറുതും വലുതുമായ ഏറെ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ എണ്ണിയാലൊടുങ്ങാത്ത പരസ്നേഹ പ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും ചെയ്തിരുന്ന അദ്ദേഹം ജീവിച്ചിരുന്ന ഒരത്ഭുതമായിരുന്നു. പാവപ്പെട്ടവർക്കും പതിതർക്കും വേണ്ടി ഉരുകിത്തീരുവാൻ നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിന് ദൈവം ഏറെ സമ്മാനങ്ങൾ നൽകി. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന മുറികൾ ദിവ്യപ്രകാശത്താൽ നിറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ദിവ്യജ്ഞാനത്താൽ നിറച്ചു. ദിവ്യാനുഭവങ്ങളിലായിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുവാനും ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനും കഴിഞ്ഞിരുന്ന അദ്ദേഹം ചില അവസരങ്ങളിൽ മൃഗങ്ങളോട് സംസാരിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത പരസ്നേഹ പ്രവൃത്തികൾക്ക് പുറമെ ലിമയിൽ അനാഥർക്കും ഉപേക്ഷിക്കപ്പെടുന്നവർക്കുമായി ഒരു ഭവനവും മാർട്ടിൻ ഡി പോറസ് സ്ഥാപിച്ചിരുന്നു. ജീവിതാരംഭത്തിൽ സഹസന്യാസികളിൽ ചിലർ പോലും അകറ്റി നിർത്തിയിരുന്നുവെങ്കിലും അവസാന കാലമായപ്പോഴേക്കും ഏവരും അദ്ദേഹത്തെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചു. അത്ഭുത പ്രവൃത്തികളാലും പരസ്നേഹ പ്രവൃത്തികളാലും ദേശത്തെങ്ങും പ്രശസ്തനായിരുന്ന അദ്ദേഹത്തെ ആ നാട് മുഴുവൻ സ്നേഹിച്ചിരുന്നു. 1639 ജനുവരിയിൽ തൻ്റെ 60-ാം വയസ്സ് ആയപ്പോഴേക്കും മാർട്ടിൻ രോഗിയായിത്തീർന്നു. കടുത്ത രോഗത്തിൻ്റെയും വേദനയുടെയും സഹനങ്ങളിലൂടെ 10 മാസത്തോളം കടന്നുപോയ അദ്ദേഹം ആ വർഷം നവംബർ 3-ാം തീയതി സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായി ഒരു ദേശം മുഴുവൻ പരിഗണിച്ചിരുന്ന മാർട്ടിൻ്റെ ഭൗതിക ശരീരം കാണാനെത്തിയ അനേകർ തിരുശേഷിപ്പായി അദ്ദേഹത്തിൻ്റെ വസ്ത്രഭാഗം കൊണ്ടാണ് മടങ്ങിയത്. മരണശേഷം 25 വർഷം കഴിഞ്ഞ് കല്ലറ തുറന്നപ്പോൾ അഴുകാതെ അവശേഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും അഭൗമികമായ സുഗന്ധവും പ്രസരിച്ചിരുന്നു. ആ കാലമെന്നും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്താൽ ഏറെ അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. 1837 ഗ്രിഗറി 16-ാമൻ പാപ്പ മാർട്ടിൻ ഡി പോറസിനെ വാഴ്ത്തപ്പെട്ടവനായും 1962 ജോൺ 23-ാമൻ പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു.
ഇന്ന് ആരോഗ്യപ്രവർത്തകർ, ബാർബർമാർ, സത്രം സൂക്ഷിപ്പുകാർ, സങ്കരവർഗത്തിൽപ്പെട്ടവർ തുടങ്ങിയവരുടെ സ്വർഗീയ മധ്യസ്ഥനായി തിരുസഭ മാർട്ടിൻ ഡി പോറസിനെ വണങ്ങുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അവിടുത്തെ അനന്ത സ്നേഹം കൈപിടിച്ചുയർത്തി ലോകത്തിന് അനുഗ്രഹമാക്കി ഒരുക്കിയ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇല്ലായ്മകളുടെയും വേദനകളുടെയും കൈപ്പേറിയ നിമിഷങ്ങളിലും അങ്ങേക്ക് സ്തുതി പാടുവാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.